എന്റെ പഞ്ചായത്ത് പോകുന്നത് ഒരു ഭാഗം കടലും ഒരു ഭാഗം കൃഷിയുമായി ചുറ്റപ്പെട്ട തൃശൂർ ജില്ലയിലെ പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറുണ്ട്. നമസ്കാരം ശ്രീമതി ജാസ്മിൻ. നമസ്കാരം. സമഗ്ര മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. കാർഷിക മേഖലയിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്? കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമസ്കാരം. നമ്മുടെ പഞ്ചായത്ത് നെൽകൃഷിയും പഞ്ചായത്ത് കൂടെയാണ്. രാമച്ചം ഒരു കൂടുതൽ രാമച്ചം കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വിളയില് രാമച്ച കൃഷി ധനസഹായം നൽകിയിരുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ഇടപെടൽ മൂലം രാമച്ച കൃഷിയെ കർഷകർക്ക് ആവശ്യമായ കൂലിച്ചെലവുകൾ, അതോടൊപ്പം തന്നെ നെൽകൃഷിക്ക് അവർക്ക് ആവശ്യമായി സൗജന്യമായി വിത്ത് വിതരണം, നെൽകൃഷിക്ക് വിത്തും വളവും, അതുപോലെ അവർക്ക് കൂലിച്ചെലവ്, ആവശ്യമായ മുഴുവൻ സഹായങ്ങളും സൗജന്യമായി നമ്മൾ എത്തിച്ചു നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റു ഗുരുവായൂർ എന്ന പദ്ധതി ഗുരുവായൂർ മണ്ഡലത്തിൽ മുഴുവൻ നടപ്പിലാക്കുന്നതാണ്. അതിന്റെ സംബന്ധമായിക്കൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും ഫലവൃക്ഷത്തൈ, പച്ചക്കറി തൈ വിതരണം, അങ്ങനെ സമ്പൂർണ്ണ എല്ലാ വാർഡുകളെയും മാറ്റിയെടുക്കുന്നതിന് സൗജന്യമായി ാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മഴക്കാലം എത്തി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്? മുഴുവൻ വാർഡുകളിലെയും വാർഡ് തല സാനിറ്റേഷൻ, അതോടൊപ്പം തന്നെ എല്ലാ വാർഡുകളിലെയും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് തലത്തിൽ ആശാവർക്കർമാർ, അതുപോലെ അംഗൻവാടിമാർ, വിദ്യാലയത്തിലെ മറ്റു അധ്യാപകര് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും എന്തെല്ലാം പ്രവൃത്തികളാണ് മഴ എത്തുന്നതിന് മുമ്പ് പകർച്ചവ്യാധികൾ വരാതെ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തുകയും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ചെയ്തു. അതോടൊപ്പം വാർഡുകളിലെ കൊണ്ട് എല്ലാ ആശാവർക്കർമാരും ഒരേപോലെ വാർഡുകൾ ഇറങ്ങിക്കൊണ്ട് ഒരുമിച്ച് സർവേ നടത്തി വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ കൊതുക് നിവാരണ മാർഗങ്ങൾ നടത്തിയിട്ടുണ്ടോ, കുടിവെള്ളം ക്ലോറിനേഷൻ ചെയ്യുക തുടങ്ങിയ പദ്ധതികൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കേണ്ട ഹോമിയോ, അലോപ്പതിയൊക്കെ സംയുക്തമായിക്കൊണ്ട് തന്നെ പല അസുഖങ്ങളുടെയും പ്രതിരോധ ശക്തി, നമ്മുടെ ആരോഗ്യത്തിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ, വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ, എല്ലാ ആയുർവേദവും ഹോമിയോ അലോപ്പതിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിവിധ വാർഡുകളിൽ അതിന്റെ മരുന്നുകളും വിതരണം ചെയ്തു. പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്നതിന് വേണ്ടി വാർഡുകളിലെല്ലാം തന്നെ കുത്തിവെപ്പ് എടുക്കാൻ വീഴ്ച വന്നിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട കുത്തിവെപ്പുകൾ നൽകുകയും, അതുപോലെ കോമൺ ആയിട്ട് വെള്ളത്തിന് ജോലി ചെയ്യുന്ന അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ, നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കെല്ലാം ആവശ്യമായ കുത്തിവെപ്പുകളും മരുന്നുകളും മെഡിക്കൽ ക്യാമ്പുകളും നടത്തിയിട്ടുള്ളതാണ്. വാർഡ് തലത്തിൽ എല്ലാ ഹോട്ട്സ്പോട്ടുകളും കണ്ടെത്തിക്കൊണ്ട് ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട നമ്മൾ പഞ്ചായത്ത് തലത്തിൽ നീക്കം ചെയ്യേണ്ട മാലിന്യങ്ങൾ എന്തെങ്കിലും കൂടിക്കെടുക്കുന്നുണ്ടോ എന്ന് നോക്കുകയും അതെല്ലാം നീക്കം ചെയ്തു. അതുപോലെ തന്നെ ഓടകള്, കാനകള്, അതെല്ലാം വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികളെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. 6 സ്കൂളുകളാണുള്ളത്, സ്മാർട്ട് അംഗനവാടികളാണ്. വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്? പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും സ്മാർട്ട് വിദ്യാലയങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പഞ്ചായത്തും അതുപോലെ തന്നെ വിവിധ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ ഫണ്ടുകളെല്ലാം MLA ഫണ്ടും സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ ഫണ്ടും എല്ലാം
സംയുക്തമായിക്കൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ഇന്ന് മികച്ച രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. സ്വന്തമായി സ്ഥലവും കെട്ടിടവുമുള്ള അംഗൻവാടികളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറിക്കഴിഞ്ഞു. അതോടൊപ്പം മുഴുവൻ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിലുള്ളത് ഒരു വിദ്യാലയമായിരുന്നു അണ്ടത്തോട് GMLP സ്കൂൾ. 165 വർഷക്കാലം പഴക്കമുള്ള ഈ വിദ്യാലയത്തെ സ്മാർട്ട് നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ MLA ഫണ്ടും എല്ലാം ഉൾപ്പെടുത്തി അതിന്റെ ആദ്യ ഫ്ലോർ നിർമ്മാണം പണി പൂർത്തീകരിച്ചു. ഈ വരുന്ന മെയ് 39-ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവർകൾ രാവിലെ 11 മണിക്ക് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അത് നാടിന് സമർപ്പിക്കുകയാണ്. അതോടുകൂടി ഞങ്ങളുടെ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും സ്വന്തമായി കെട്ടിടവും സ്ഥലവുമുള്ള സ്മാർട്ട് വിദ്യാലയങ്ങളായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലാ വിദ്യാലയങ്ങളും ഇതിനധികം പുതിയ കെട്ടിടത്തിലേക്ക് മാറിക്കഴിഞ്ഞു. മികച്ച ക്ലാസ് റൂമുകളും മികച്ച വിദ്യാഭ്യാസവും നമുക്ക് അതിലൂടെ നൽകാൻ സാധിക്കുന്നുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോ മെയ് 31-ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അണ്ടത്തോട് വിദ്യാലയത്തിന് സംസ്ഥാന ബജറ്റിൽ ഇനി തുടർന്നും അതിന്റെ പൂർത്തീകരണത്തിനായി 3 കോടിയോളം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പണിയും ഇത് നാടിന് സമർപ്പിച്ചതിന് ശേഷം ബാക്കി പദ്ധതികളുമായി മുന്നോട്ട് പോകും. അതിനാൽ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. ജില്ലയിൽ തന്നെ മികച്ച വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് മികച്ച PTA പുരസ്കാരങ്ങളും അതുപോലെ തന്നെ ജില്ലയിൽ ആദ്യമായി എല്ലാ ക്ലാസ് റൂമുകളും സമ്പൂർണ്ണ ക്ലാസ് റൂമുകളാക്കിയ LP വിദ്യാലയം, അതുപോലെ വിദ്യാലയങ്ങളിലേക്ക് മറ്റ് റേഡിയോ വിഷൻ റൂമുകൾ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച വിദ്യാലയങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികൾ 32 അംഗൻവാടികളാണ് നമുക്കുള്ളത്. അംഗൻവാടികള് തന്നെ ഈ പറഞ്ഞ പോലെ വിവിധങ്ങളായ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും നാഷണൽ അർബൻ മിഷൻ ഫണ്ടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഫണ്ടും എല്ലാം ഉൾപ്പെടുത്തി അംഗൻവാടികളെല്ലാം സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റാൻ സാധിച്ചു. 1200ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന അംഗൻവാടികൾ അടക്കം നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഉണ്ട്. 7 അംഗൻവാടികൾ നിലവിൽ സ്മാർട്ട് അംഗൻവാടികളായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. താഴത്തെ നിലയിൽ കുട്ടികൾക്ക് ആവശ്യമായ സ്റ്റഡി റൂം, തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് വീട്, അതുപോലെ തന്നെ കുടിവെള്ളം എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതി, കുടിവെള്ള പദ്ധതിയൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? സാശ്രയ കുടിവെള്ള പദ്ധതി അടക്കം നടപ്പിലാക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തില് നിലവിൽ ഭരണസമിതി വന്നത് മുതൽ നമ്മുടെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. അതിനാൽ തന്നെ നമ്മുടെ പഞ്ചായത്തിനെ ഭവനരഹിതർ ഇല്ലാത്ത പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ലൈഫ് ലിസ്റ്റിൽ നിന്നും PMAY ലിസ്റ്റിൽ നിന്നുമെല്ലാം ആളുകളെ എടുക്കുകയും അതിന്റെ 1ാം ഘട്ടത്തിൽ ST വിഭാഗത്തിൽപ്പെട്ടവർക്കും ഫിഷറീസ് വിഭാഗത്തിൽപ്പെട്ടവരും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുമായ ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കും അർഹരായ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ വ്യക്തികൾക്കും നമ്മൾ വീട് നിർമ്മിച്ചു നൽകി. അതിനുവേണ്ട തുക നൽകിക്കഴിഞ്ഞു. അതോടൊപ്പം ഭൂരഹിത ഭവനരഹിതരുടെ ലിസ്റ്റിൽ നിന്നും ആളുകളെ കണ്ടെത്തുകയും അവർക്ക് സ്ഥലം വാങ്ങിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥലം വാങ്ങുന്നതിന് ധനസഹായം നൽകുകയും അതിനുശേഷം സ്ഥലം ലഭ്യമായ മുറയ്ക്ക് അവരെ വീടുകളിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതിനോടകം തന്നെ ഈ നമുക്ക് 900 പേരുടെ ഒരു വലിയ ലിസ്റ്റാണ് ഉണ്ടായിരുന്നത്. പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് 19 വാർഡുകളുള്ള പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. 900 പേർക്ക് വരുന്ന ലിസ്റ്റിൽ നമ്മൾ 600ഓളം പേര് വ്യക്തികൾക്ക് PMAY ലിസ്റ്റും ലൈഫ് ലിസ്റ്റിൽ നിന്നുമെല്ലാം വീട് പൂർത്തീകരിച്ചു നൽകുവാനും അതുപോലെ തന്നെ എഗ്രിമെന്റ് വെച്ച് മറ്റു വീടിന്റെ നടപടികൾ ആരംഭിക്കുവാനും സാധിച്ചു. ഫിഷറീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കും SC വിഭാഗത്തിൽപ്പെട്ടവർക്കും അർഹരായ മുഴുവൻ ആളുകൾക്കും വീട് നൽകി. അതോടൊപ്പം അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്താക്കി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നവംബർ 1-ന് സംസ്ഥാനത്തെ അതിദാരിദ്ര്യ മുക്തമാക്കി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിനോട് സഹകരിച്ചുകൊണ്ട് തന്നെ
പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തും നമ്മുടെ പഞ്ചായത്തിലുള്ള അതിദരിദ്രരെ കണ്ടെത്തുകയും അവർക്ക് മുന്നോട്ട് പോകുന്നു. കുടിവെള്ള തീർച്ചയായിട്ടും പദ്ധതികൾ നിരവധി എന്ന് വികസന പറയുമ്പോൾ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. മികച്ച ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്താണ്. അതിദ്രാവിഡ നിർമ്മാർജ്ജനത്തിനായിട്ട് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഭാവി വികസന പദ്ധതികൾ? സ്വന്തമായിട്ടൊരു കളിസ്ഥലം എന്നുള്ള ഒരു സ്വപ്ന പദ്ധതി കൂടിയുണ്ട് ഗ്രാമപഞ്ചായത്തിന്. അതെ അതെ. ഭിന്നശേഷി സൗഹൃദ മേഖലയിൽ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഒരു പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര കേരള പുരസ്കാരം നമുക്ക് ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഭിന്നശേഷി മേഖലയിൽ ഭിന്നശേഷിക്കാർക്ക് അർഹരായ ആളുകളെ എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷങ്ങളിലായി അവർക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുകയും അതോടൊപ്പം അവർക്ക് മുച്ചക്ര വാഹനം, സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി പെട്ടിക്കട തുടങ്ങിയ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും അത് നൽകുകയും ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ പുതിയ കെട്ടിടങ്ങളെല്ലാം തന്നെ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് കെട്ടിടങ്ങളാക്കി മാറ്റാൻ സാധിച്ചു. അതിനുവേണ്ടി തന്നെ പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിൽ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ തന്നെ മുഴുവൻ സമയവും OP പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെ മാറ്റാൻ സാധിച്ചു. എല്ലാ വാർഡുകളിലും അതിന്റെ സബ് സെന്ററുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ വാർഡുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ എല്ലാ മാസവും നടത്തുന്നു. അതോടൊപ്പം ഹോമിയോ, ആയുർവേദ, യുനാനി എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയുഷ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കെട്ടിടം നമുക്ക് തൃപ്പറ്റ് പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. അവിടെ ഭവന പദ്ധതി ആയുഷ് പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോമിയോ ഡോക്ടറും അവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് യുനാനി കൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അടുത്ത മാസം തന്നെ യുനാനി അവിടെ ആരംഭിക്കുന്നതാണ്. അപ്പൊ എല്ലാം ഒരു കുടക്കീഴിൽ എന്നുള്ള ലക്ഷ്യത്തോടെ നമുക്ക് ഇപ്പൊ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. കുടിവെള്ള പദ്ധതികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കുടിവെള്ള പദ്ധതികൾ എല്ലാവർക്കും ആവശ്യമായ അളവിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി തന്നെ സ്വാശ്രയ കുടിവെള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നു. അതോടൊപ്പം കളിസ്ഥലം നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു കളിസ്ഥലം ആരംഭിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി പഞ്ചായത്ത് 50 സെന്റ് സ്ഥലം ഏറ്റെടുക്കുകയും അതിനുവേണ്ടി അവിടെ കളിസ്ഥലം നിർമ്മിക്കുന്നതിന് വേണ്ടി പദ്ധതി രൂപീകരിക്കുകയും ചെയ്തു. സ്ഥലം ഏറ്റെടുത്ത് ഉടനെ തന്നെ നമ്മൾ അതിന്റെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതാണ്. കുടിവെള്ള പദ്ധതികൾ നിരവധി ജലജീവൻ വികസന മിഷൻ പ്രവർത്തനങ്ങൾ പദ്ധതി തന്നെയാണ് വഴി വിവിധ എല്ലാ മേഖലകളിൽ പുനയൂർകുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. തൃശൂർ ജില്ലയിലെ പുനയൂർകുളം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ജാസ്മിൻ ഷഹീർ. താങ്ക് യു. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നമസ്കാരം.